ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ജമന്തി പ്ലാന്റ്സിൻ്റെ പാക്കിങ്ങുമായിട്ടാണ്. നമ്മൾ ജമന്തി എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അതിൻ്റെ അപ്ഡേഷൻസും ആയിട്ടാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ജമന്തിയുടെ പാക്കിങ് എങ്ങനെയാണെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സേഫായിട്ട് തന്നെ റീച്ച് ആവുമോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, നിങ്ങളെങ്ങനെയാണ് അയക്കുന്നത്, സാധാരണ ഇപ്പോൾ പേപ്പറിൽ പൊതിഞ്ഞിട്ടൊക്കെയാണോ അയക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് പേരുടെ അടുത്ത് നമ്മുടെ ലിങ്ക് ഓൾറെഡി ഞാൻ അപ്ഡേറ്റഡ് ആണ്, ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. കാരണം ജമന്തിയുടെ ഓർഡേഴ്സ് വരുന്നുണ്ട് നമുക്ക്. നമ്മുടെ കയ്യിൽ ഒരുപാട് ജമന്തിയുടെ കളക്ഷൻസ് ഉണ്ട്. ഏകദേശം 10 വെറൈറ്റിയുടെ ഒരു കോംബോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 5 വെറൈറ്റിയുടെ കോംബോയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഓർഡർ തരാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പം എന്താണ് പാക്കിംഗ് എന്നൊന്നും അറിയാതെ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെടിച്ചട്ടികളിലാണ് നമ്മൾ ഈ ഒരു കോംബോ നിങ്ങളിലേക്ക് അയച്ചു തരുന്നത്. സാധാരണ നമ്മൾ ചകിരി ഇത് ഇളക്കിയെടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടല്ല അയക്കുന്നത്. നമ്മുടെ പാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ചെടിച്ചട്ടിയിൽ ആദ്യം ചകിരിച്ചോറ് വെച്ചിട്ട് അതിനകത്താണ് നമ്മൾ പ്ലാന്റ്സ് വെച്ചിട്ട് അയക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പാക്കിങ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംബോയിൽ സെലക്ഷൻ വരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 പ്ലാന്റ്സോ 10 പ്ലാന്റ്സോ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു 12 പ്ലാന്റ്സ് ഉണ്ടാവും, 12 കളേഴ്സ് ഉണ്ടാവും. അതിനകത്തു നിന്നാണ് നമ്മളൊരു 10 എണ്ണത്തിൻ്റെയോ 5 എണ്ണത്തിൻ്റെയോ കോംബോ ഇടുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് സിംഗിൾ പെറ്റൽ ഉണ്ടാവും, അതുപോലെ ഡബിൾ പെറ്റൽ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ്, യെല്ലോ, ഇതെല്ലാം മിക്സഡ് ആയിരിക്കും വരുന്നത്. 10 കളേഴ്സിൻ്റെ കോംബോയിലാണ് കൂടുതലും ഈ ഒരു യെല്ലോ വൈറ്റ് എല്ലാം മിക്സഡ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, അതൊക്കെ ഒരുപാട് മൂവിങ് ഉള്ള ഐറ്റമാണ്. അതേ ഒരു പീച്ച്, മജന്ത, ഓറഞ്ച്, വയലറ്റ്, ഇതേപോലത്തെ കളേഴ്സ് ഉണ്ടാവും മൾട്ടി പെറ്റൽസിൻ്റെ. അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ പെറ്റലിൻ്റെ തന്നെ ഇച്ചിരി റെയർ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്തൊരു കോംബോ ആയിട്ട് എടുക്കുന്നവരുണ്ട്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള കസ്റ്റമേഴ്സ് തരാനായിട്ട് ചിലപ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന കളേഴ്സ് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും പാടാം. ഇപ്പം ഒരാൾ ഇപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ജമന്തിയുടെ കോംബോ എടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പാടുണ്ട്. നമ്മളിപ്പോൾ ഒരാളേക്ക് ജോലിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പാക്കിങ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെലക്ഷൻ ഇല്ല എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കളർ തീർന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കളർ തീർന്നു പോവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരെണ്ണം നമുക്ക് കുറവ് വരും. മറ്റത് നമ്മൾ സെലക്ട് ചെയ്ത് അയക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരെണ്ണം പോയാലും മറ്റൊരെണ്ണം നമുക്ക് വെച്ച് അയക്കാനായിട്ടും പറ്റും. പിന്നെ ഓരോന്നായിട്ട് നമ്മുടെ സെലക്ട് ചെയ്ത് എടുക്കുന്നത് നമുക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹെൽപ്പിന് ഒരാളെ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തെടുത്ത് വെക്കുന്നതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോംബോയിൽ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് മെത്തേഡൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കോംബോസ് അവൈലബിൾ ആണ് ജമന്തിയുടേത്. ഇപ്പോൾ 5 കളറിൻ്റെ കോംബോ ആണ്, 350ൻ്റെ കോംബോ ആണ് ഇപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 10 കളറിൻ്റെ കോംബോ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവർ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക്